എൻ്റെ പേര് ആശ. ഞാൻ പുനലൂർ കൊല്ലം നിന്നാണ് വരുന്നത്. ഞാനൊരു നഴ്സാണ്. ഞാൻ മിലിറ്ററിയിൽ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്ത ആളാണ്. 10 വർഷത്തോളം ഞാൻ സർവീസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടിയിട്ട് ജോലി റിസൈൻ ചെയ്തു. ഞാൻ ഓസ്ട്രേലിയക്ക് പോകാനുള്ള മെയിൻ കാരണം എനിക്ക് ഷോർട്ട് സർവീസ് ആയിരുന്നു. അപ്പം എനിക്ക് വേറൊരു ജോലി 14 വർഷം കഴിഞ്ഞാലും കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോൾ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു ഓപ്ഷൻ മാതാവായിട്ട് എനിക്ക് തന്നതായിരുന്നു ഓസ്ട്രേലിയയിൽ പോകാൻ വേണ്ടിയിട്ടുള്ളത്. എൻ്റെ കഴിവ് കൊണ്ടല്ല ഒരിക്കലും ഞാൻ ഓസ്ട്രേലിയയിൽ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ എൻ്റെ സിസ്റ്റർ വഴിയാണ്. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. അപ്പം ഞങ്ങൾക്ക് മാതാവുണ്ട്. അപ്പം പള്ളിയിൽ മാതാവിൻ്റെ ആരാധനയും കാര്യങ്ങളും എല്ലാം നമ്മൾ മാതാവിനെ ആരാധിക്കുന്നതുകൊണ്ട് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണമെന്നൊന്നും ആദ്യം ഞാൻ വിചാരിച്ചിരുന്നില്ല. മാതാവിനെ വണങ്ങാനോ അല്ലെങ്കിൽ കൊന്ത ചൊല്ലാനോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ സിസ്റ്റർ കാത്തലിക്കിലേക്കാണ് മാരേജ് ചെയ്തേക്കുന്നത്. അപ്പം അവൾ വഴിയാണ് ഞാൻ കൂടുതലായിട്ട് മാതാവിനെക്കുറിച്ച് കേൾക്കാനും കൃപാസനത്തിനെക്കുറിച്ച് അറിയാനും കൊന്ത ചൊല്ലുന്നതിനെക്കുറിച്ചും അതിൻ്റെ ശക്തി എന്താണെന്നും അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങളൊക്കെ എൻ്റെ സിസ്റ്റർ വഴിയാണ് ഞാൻ അറിയുന്നത്. കൂടുതലായി പിന്നെ ഞാൻ നെറ്റിലൊക്കെ നോക്കി എങ്ങനെയാണ് ചൊല്ലുന്നതെന്നൊക്കെ പഠിച്ചു. അങ്ങനെ ആദ്യമൊന്നും എനിക്കതിൽ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് എൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെ എനിക്ക് തെളിയിച്ചു തന്നു അത് എത്രമാത്രം ശക്തിയുള്ള ഒരു പ്രയറാണ്. മാതാവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് എനിക്ക് തന്നെ എൻ്റെ ജീവിതാനുഭവത്തിലൂടെ മാതാവ് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ ആദ്യം ജോലി വിടുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് OET എഴുതണം. യൂറോപ്യൻ രാജ്യത്തേക്ക് പോകണമെങ്കിൽ OET എഴുതണം. OET എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. വലിയ കഴിവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ എങ്ങനെ OET എഴുതുമെന്നൊക്കെ ഞാൻ ആദ്യം ആലോചിച്ചെങ്കിലും പിന്നെ OET പഠിക്കാനൊക്കെ പോയി. ഓൺലൈനായിട്ടാണ് ഞാൻ പഠിക്കാൻ പോയത്. കാരണം എൻ്റെ ജോലിയുടെ ഇതുകൊണ്ട് എനിക്ക് ഓഫ്ലൈനായിട്ട് പോയി പഠിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഓൺലൈൻ ജോയിൻ ചെയ്തു. പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഓക്കെ കുഴപ്പമില്ല, പഠിക്കാം, എഴുതാം എന്നൊക്കെ തോന്നി. ആദ്യം ഞാനൊരു ഡേറ്റ് എടുത്തു, പോയി എഴുതി. ഫസ്റ്റ് ടൈമിൽ തന്നെ എനിക്ക് 2 B കിട്ടി. ഒരെണ്ണത്തിന് C+, ഒരെണ്ണത്തിന് C വന്നു. അപ്പം ഞാൻ സ്വയം ഇങ്ങനെ വിചാരിച്ചു ഓക്കെ ഇത് കുറച്ചും കൂടി ശ്രമിച്ചാൽ എനിക്ക് എഴുതിയെടുക്കാൻ പറ്റുമായിരിക്കുമെന്ന്. ഞാൻ അന്ന് ഇതേപോലെ ഓൺലൈൻ എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു 2021 ഡിസംബറിൽ. പക്ഷേ ഞാൻ ഉടമ്പടി വെറുതെ അവൾ പറഞ്ഞതുകൊണ്ടൊരു പേരിനങ്ങ് എടുത്തു എന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് തിരക്കുകയോ അതിനെക്കുറിച്ച് അറിയാനോ ഞാൻ ശ്രമിച്ചിരുന്നില്ല. അവളെനിക്കൊരു ഉടമ്പടി പത്രം തന്നു. ഞാൻ ആ പത്രം അതേപോലെ മടക്കി എൻ്റെ ഫയലിൽ വെച്ചു. ഞാനത് വായിച്ചതുപോലുമില്ല. കൃപാസനം പത്രം എനിക്ക് കിട്ടിയിട്ടും ഞാനത് വായിച്ചില്ല. ഞാൻ മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടായതുകൊണ്ടും മാതാവിനോട് ഇഷ്ടമുണ്ടായതുകൊണ്ടും ഞാനത് സൂക്ഷിച്ചു വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ OET എഴുതി. രണ്ടാമതും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ സ്കോർ കുറഞ്ഞതേ ഉള്ളൂ. കിട്ടിയ B സ്കോറുകൾ അടുത്ത പ്രാവശ്യം എഴുതിയപ്പം എനിക്ക് റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനുമായിരുന്നു എനിക്ക് B കിട്ടിയത്. അതും കൂടി C+ മാറി. അപ്പോൾ എനിക്ക് സ്വയം ഒരു ചിന്ത വന്നു. അപ്പോൾ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ഒരിക്കലും ഇത് എഴുതിയെടുക്കുമെന്ന് എനിക്ക് പറ്റത്തില്ല എന്നെനിക്ക് സ്വയം മനസ്സിലായി. എന്നിട്ടും ഞാൻ ഇവിടെ വന്നു തീർത്ഥാടന ഉടമ്പടിയൊക്കെ എടുത്തു. എന്നാലും പിന്നെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് അല്ല എനിക്ക് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും. പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും എന്ന് ഞാൻ വിശ്വസിച്ചു. വീണ്ടും ഞാൻ OETക്ക് ഡേറ്റ് എടുത്തു. ഞാൻ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ലീവ് കിട്ടത്തില്ല. അപ്പം ഞാൻ ലീവ് കിട്ടുമ്പോൾ മാത്രമാണ് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും പഠിച്ചിട്ട് പോയി അങ്ങ് എക്സാം എഴുതും. അപ്പം ഞാൻ കൂടുതലായി പഠിക്കുന്നതിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പ്രാർത്ഥിക്കാനോ ഉടമ്പടിയിൽ കൂടുതൽ വിശ്വസിക്കാനോ പ്രവർത്തിക്കുവാനോ ഒന്നും ഞാൻ താല്പര്യപ്പെടുത്തുക അല്ലെങ്കിൽ ഞാൻ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിരുന്നില്ല. പിന്നെയും ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. പിന്നെ എനിക്ക് സ്വയം ഞാൻ ഇവിടുന്ന് സാക്ഷ്യങ്ങൾ കേൾക്കാനുള്ള ഒരു പ്രചോദനം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ എൻ്റെ സിസ്റ്റർ വഴിയാണെങ്കിലും പിന്നെ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പം എല്ലാവരും പറഞ്ഞ് ഏറ്റവും അവർ തന്നെ എനിക്ക് സാക്ഷ്യം അയച്ചു തരാൻ തുടങ്ങിയപ്പോൾ ആദ്യമൊന്നും ഞാൻ കേൾക്കത്തില്ലായിരുന്നു. പിന്നീട് ഞാൻ ഒരു പ്രാവശ്യം ആക്സിഡൻ്റലി ഇവിടുന്ന് ഇങ്ങനെ ഫോൺ എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ സാക്ഷ്യം കേട്ടു. ആ സാക്ഷ്യം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഉടമ്പടിയെക്കുറിച്ച് കൂടുതൽ സീരിയസ് ആയി ചിന്തിക്കാനും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും മാതാവ് എനിക്ക് കൃപ തന്നു. പിന്നെ ഞാൻ കൂടുതലായിട്ട് പഠിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ദൈവാനുഗ്രഹം കൂടി ഉണ്ടാവണം എന്ന് സ്വയം ഞാൻ മനസ്സിലാക്കി. കൂടുതലായി ഉടമ്പടിയെ സീരിയസ് ആയിട്ട് എടുത്ത് അത് പാലിക്കാനും അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കാനും തുടങ്ങി. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചിരുന്നത് ഓക്കെ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഒരു
നേർച്ച പോലെ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെയാണ് ഞാൻ കൂടുതലായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും ആത്മാർത്ഥമായി കൊന്ത ചെല്ലാനും ഒക്കെ തുടങ്ങി. പിന്നെ ഞാൻ എപ്പം ഡേറ്റ് എടുക്കണം, എങ്ങനെ ഡേറ്റ് എടുക്കണമെന്ന് ഞാൻ സ്വയം തീരുമാനിക്കുമായിരുന്നു ആദ്യമൊക്കെ. പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് തന്നെ ഞാൻ ചോദിച്ചു, മാതാവേ, ഞാൻ എവിടെ എക്സാം സെൻറ്റർ എടുക്കണം, എന്ന് എഴുതണം, എങ്ങനെ എഴുതണം, ഏത് ഡേറ്റ് എടുക്കണം, എനിക്ക് ലീവ് കിട്ടുന്ന അനുസരിച്ചൊക്കെ അത് നീ എനിക്ക് അറേഞ്ച് ചെയ്ത് തരണമെന്ന് ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അതനുസരിച്ച് തന്നെ എനിക്ക് ലീവിൻ്റെ സമയത്ത് എനിക്ക് ഡൽഹിയിൽ മാതാവ് തന്നെ, ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യുവാണ് ഏത് സെൻറ്റർ എടുക്കണം, എവിടെ എഴുതണം എന്നൊക്കെ. അതുവരെ ഞാൻ ലീവിന് വരുമ്പോൾ കൊല്ലത്തൊരു സെൻറ്ററിലാണ് പോയി എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം മാതാവായിട്ട് എനിക്ക് കാണിച്ചു തന്നു, ഡൽഹിയിൽ എബക് എന്ന് പറയുന്ന ഒരു സെൻറ്റർ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ നോക്കിയപ്പം എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റും എനിക്ക് മാതാവ് കാണിച്ചു തന്നു. ഞാൻ അവിടെ ലീവ് ചോദിച്ചപ്പോൾ എനിക്ക് 2 ദിവസത്തെ ലീവ് തന്നു. ഞാൻ അന്ന് പോസ്റ്റഡ് ആയിട്ടുള്ളത് ഉത്തരാഖണ്ഡ് റാണിക്കേത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, ഒരു ഹില്ലി പ്ലേസാണ്. അവിടുന്ന് എനിക്ക് ഡൽഹിയിൽ പോയിട്ട് എക്സാം എഴുതണം. ഡൽഹി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്. ഒരു പെൺകുട്ടി തന്നെ അവിടെ പോയി എക്സാം എഴുതുക, തന്നെ എവിടെ പോയി താമസിക്കും, എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഡേറ്റൊക്കെ എടുത്തു. ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ, നീ എനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരുക്കണമെന്ന്. വളരെ അത്ഭുതകരമായി ഞാൻ ഒരു ദിവസം ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓഫീസർ, അയാൾ അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. ഞാൻ എന്നും കണ്ടിട്ടുള്ളത്, പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമാണ്. അന്ന് ആക്സിഡൻ്റായിട്ട് എന്നോട് വന്ന് വളരെ കാര്യമായി സംസാരിച്ചു. ഞാനപ്പോൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ സർവീസ് വിടുവാണ്, ഞാനിങ്ങനെ പുറത്തേക്ക് പോകാനൊക്കെ നോക്കുവാണ്, ഒരു എക്സാം എഴുതുന്നതിൻ്റെ കാര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ആദർശികമായി ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, എനിക്കിതേപോലെ ഡൽഹിയിൽ പോകണം, എനിക്ക് ആരെ അറിയത്തില്ല, ഞാൻ ആദ്യമായി ഒറ്റയ്ക്ക് അവിടെ പോകാൻ പോവുകയാണ്, എനിക്കവിടെ താമസിക്കാൻ സ്ഥലമൊന്ന് എവിടെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം, എന്തിനാ മാഡം പേടിക്കുന്നത്, ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, എനിക്ക് ഒരുപാട് ആൾക്കാരെ അവിടെ അറിയാം, നമ്മുടെ തന്നെ ആർമിയുടെ ഗസ്റ്റ് ഹൗസുകൾ അവിടെ കിട്ടുമെന്ന് പറഞ്ഞ് വളരെ യാദർച്ഛികമായി എനിക്ക് ഒരു പൈസ പോലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മുടക്കാതെ ഒരു ഫോൺ കോളിൽ എനിക്ക് താമസിക്കാനുള്ള സ്ഥലം ആ റെയിൽവേ സ്റ്റേഷനോട് അടുത്ത് തന്നെ എനിക്ക് കിട്ടാനായിട്ട് ഇടയായി. അതേപോലെ തന്നെ അവിടുന്ന് എങ്ങനെ എക്സാം സെൻറ്ററിലേക്ക് പോകുമെന്ന് എനിക്കറിയത്തില്ല. രാവിലെ എക്സാം സെൻറ്ററിൽ ചെല്ലണം. അപ്പം അവിടുന്ന് തന്നെ എനിക്കൊരു ടാക്സി, ഞാൻ അവിടെ ചോദിച്ചതേ ഉള്ളൂ, അവർ തന്നെ ഇല്ല, ഇവിടെ ടാക്സി ഉണ്ട്, മാഡത്തിനെ രാവിലെ തന്നെ അവിടെ കൊണ്ടാക്കുമെന്ന് പറഞ്ഞു. 6-7 മണിക്ക് മുമ്പേ എന്നെ ടാക്സിയിൽ അവിടെ എക്സാം സെൻറ്ററിൽ എത്തിച്ചു. അതേപോലെ പ്രാർത്ഥിച്ച് ഒരുപാടായി മാതാവിനോട് ആശ്രയിച്ച് എനിക്ക് ആ എക്സാമിന് പോകാൻ വിശുദ്ധ വസ്തുക്കൾ യൂസ് ചെയ്തിട്ട് എക്സാം എഴുതാൻ തൈലം വെച്ചിട്ട് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. തൊണ്ടയിലും നെറ്റിയിലും എല്ലാം ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം സെൻറ്ററിൽ പോയത്. അതേപോലെ എനിക്ക് വേറെ സാധനങ്ങളൊന്നും എക്സാം സെൻറ്ററിൽ കയറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഉടമ്പടി ലോക്കറ്റ് എൻ്റെ കഴുത്തിലിട്ടു. എന്നിട്ട് ഞാൻ കുറച്ചൊരു നുള്ളു ഉപ്പെടുത്ത് ഞാൻ പൊതിഞ്ഞ് എൻ്റെ ഹോൾ ടിക്കറ്റിനകത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ എക്സാം സെൻറ്ററിൽ ചെന്നിട്ട് ഞാൻ വളരെയധികം സങ്കടത്തോടെയാണ് പോയത്. കാരണം ഞാൻ 5ാമത്തെ പ്രാവശ്യമാണ് OET എഴുതാൻ പോകുന്നത്. ഞാൻ പല സാക്ഷ്യങ്ങളിലും കേട്ടതനുസരിച്ച് ഞാൻ ആ ഉപ്പ് കൊണ്ടുവന്ന എക്സാം സെൻറ്ററിൽ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് അവിടെ കുറച്ച് പൂന്തോട്ടമുണ്ട്. അപ്പം ഞാൻ അവിടെ കൊണ്ടിട്ടിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ കഴിവ് കൊണ്ട് ഞാനിത് പാസ്സാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം, അപ്പോൾ നീ എനിക്ക് വേണ്ടി ഇതൊന്ന് എഴുതണം. ലിസണിങ് ആണ്, കേൾക്കുന്ന കാര്യം അപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്, അത് വായിക്കണം, അതിൻ്റെ ആൻസറുകൾ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് അവർ പറയും, ആ പാസേജ് ഇങ്ങനെ പറഞ്ഞു പോവും, ആൻസർ അതിനകത്തുണ്ട്, നമ്മളത് കേട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ കൂടെ തന്നെ അത് റീഡ് ചെയ്യുകയും ചെയ്യണം. എന്നിട്ട് വേണം ആൻസർ കറക്റ്റായിട്ടുള്ള ആൻസർ അതിനകത്ത് ബബിൾ ചെയ്യണം. അപ്പം ഞാൻ കേട്ടിട്ട് എനിക്ക് കൺഫ്യൂഷനാണ്, 2 ആൻസറിൽ ഏതാണ് എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം മാതാവിനെ ഞാൻ ഉടമ്പടി കാശുരൂപം പിടിച്ച് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ, ഈ 2 ആൻസറിൽ ഏതാണ് ശരിയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നീ എനിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ബബിൾ ചെയ്യണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവ് എനിക്ക് കാണിച്ചു തന്ന ആൻസറൊക്കെ ഞാൻ ബബിൾ ചെയ്തു. എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ഹസ്ബൻഡും ഒക്കെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എക്സാം എനിക്ക് ഭയങ്കര ടഫായിരുന്നു, പാസ്സാവുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ മാതാവ് ഉണ്ടെങ്കിൽ, മാതാവ് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പാസ്സാവുമെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിച്ചു. ഞാൻ റൂമിൽ വന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ചു, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ അന്ന് തന്നെ തിരിച്ചു വന്നു, ഡ്യൂട്ടിക്ക് കയറി. തിരിച്ചു വന്നപ്പോൾ കൂട്ടുകാരൊക്കെ ചോദിച്ചു, എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, ഭയങ്കര ടഫായിരുന്നു, എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, എന്തായാലും ഞാൻ മാതാവിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 350 മാർക്കാണ് എനിക്ക് വേണ്ടത്, 390 മാർക്കാണ് എനിക്ക് ലിസണിങ്ങിന് മാതാവ് തന്നത്.
അതേപോലെ സ്പീക്കിങ്ങും ഞാൻ എഴുതിയായിരുന്നു. സ്പീക്കിങ്ങിന് എനിക്ക് ഒരു പ്രാവശ്യം 350 മാർക്ക് കിട്ടിയതാണ്. പിന്നെ രണ്ടാമതൊക്കെ എഴുതിയപ്പോൾ എനിക്ക് 340 അങ്ങനെ മാർക്ക് കുറഞ്ഞു പോയി. പക്ഷേ പിന്നീട് ഞാൻ 5ാമത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ എനിക്ക് 350. അത് കറക്റ്റ്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു എനിക്ക് സംസാരിക്കാനൊക്കെ പറ്റും എന്ന് വിചാരിച്ചതിന് എനിക്ക് 350 മാർക്കും, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മാതാവിനെ പൂർണ്ണമായും ആശ്രയിച്ചതിന് എനിക്ക് 390 മാർക്കും കിട്ടി. എനിക്ക് OET പാസ്സാവാൻ കഴിഞ്ഞു. അപ്പോഴും എൻ്റെ മുന്നിൽ വേറൊരു കടമ്പയുണ്ട്. അത് ക്ലബ്ബിംഗ് സ്കോറാണ്. 2 വിഷയം ഞാൻ ആദ്യം എഴുതിയെടുത്തു, 2 വിഷയം ഇപ്പോൾ എഴുതിയെടുത്തു. ക്ലബ്ബിംഗ് വെച്ച് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. അപ്പം ആ സമയത്താണ് ന്യൂസിലൻഡിൻ്റെ റൂള് ചേഞ്ച് ആവുന്നത്. ക്ലബ്ബിങ്ങിൽ ന്യൂസിലൻഡിന് കയറി പോകാമെന്ന്. ന്യൂസിലൻഡ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കൺട്രിയാണ്. പ്രോസസ്സിങ് വളരെ ലോങ് ആണ്, ഒത്തിരി പൈസ ചിലവുണ്ട്. വളരെ ഈസി ആയിട്ട് CGFNS എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തു. എൻ്റെ കുറേയധികം സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. ഹസ്ബൻഡ് പോയി എല്ലാ കാര്യങ്ങളും നാട്ടിൽ നിന്ന് ശരിയാക്കി പേപ്പറുകളൊക്കെ ഞാൻ ഏജൻസിനെ ഏൽപ്പിച്ചു. ഞാൻ പോലും വിചാരിക്കാതെ വളരെയധികം സമയ ചുരുക്കം കൊണ്ട് വെറും 15 ദിവസം കൊണ്ട് എനിക്ക് CGFNS പാസ്സായി. ആ CGFNSന് വേണ്ടിയിട്ട് എനിക്ക് ആർമിയിൽ നിന്ന് ഒരു പേപ്പർ വേണം. കാരണം ഞാൻ പല സ്ഥലങ്ങളിലാണ് ആർമിയിൽ വർക്ക് ചെയ്തത്. അപ്പം എല്ലായിടത്തും എനിക്ക് നഴ്സിങ്ങിൻ്റെ രജിസ്ട്രേഷൻ അല്ല, എനിക്ക് ഒരു രജിസ്ട്രേഷനേ ഉള്ളൂ, കേരള രജിസ്ട്രേഷൻ. അപ്പോൾ അവരെനിക്കൊരു ക്വയറി ഇട്ടു, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഇല്ലാതെ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്തത് എന്ന് നിങ്ങളുടെ എംപ്ലോയർ ഒരു സർട്ടിഫിക്കറ്റ് തരണമെന്ന്. ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു പുറത്തുനിന്നുള്ള മെയിലും ആർമിയിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല, കാരണം സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട്. ഞാൻ ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ചു. ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി, മെഴുകുതിരി കത്തിച്ച് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ഞാൻ ഫയലും എടുത്തിട്ട് പോയി. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നീ എനിക്ക് മുമ്പായി പോയിട്ട് അവിടെ ആളെ ഒരുക്കണം. ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഈ പ്രോസസ്സ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നേക്കാളും ജൂനിയറായിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ്, അന്ന് ഞാൻ മേജറാണ്. അപ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള ഒരു സാറാണ് രജിസ്ട്രാറായിട്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ചെന്ന് ഇതേപോലെ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വേണം, എനിക്കിവിടെ രജിസ്ട്രേഷൻ ഇല്ലാതെ തന്നെ ആർമിയിൽ പല ഹോസ്പിറ്റലുകളിൽ ഒരേ രജിസ്ട്രേഷൻ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. നിങ്ങളുടെ മെയിലിൽ നിന്ന് തന്നെ അവർക്കൊരു മെയിൽ അയക്കണം, എൻ്റെ മെയിലിൽ നിന്ന് അയക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ മനസ്സിൽ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു, മാതാവേ ഇവരെനിക്ക് ചെയ്യത്തില്ല എന്നൊരിക്കലും പറയരുതേ, എങ്ങനെയെങ്കിലും എനിക്കിതൊന്ന് സാധിച്ചു തരണേ എന്ന് ഞാൻ വിചാരിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ പോലും വിചാരിക്കാതെ അപ്പം തന്നെ ആ സാർ എന്നോട് പറയുവാണ്, അതിനെന്താ മാഡം ഞാൻ ചെയ്യാം, ഇന്ന് തന്നെ ഞാൻ മെയിൽ അയക്കാമെന്ന്. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം 100 പേരെ കാണണമെന്ന് പറയും, കമാൻഡറിനെ കാണണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്ന് പറഞ്ഞ് 100 പ്രാവശ്യം എന്നെ 100 ഇടത്ത് ഓടിക്കണം, പലയിടത്തുനിന്നും പെർമിഷൻ മേടിക്കണം. പക്ഷേ ഒരു നിമിഷം കൊണ്ട് ആ കാര്യം വളരെ ഈസിയായി മാതാവ് എനിക്ക് നടത്തി തന്നു. അന്ന് തന്നെ ആ സാർ മെയിൽ അയച്ചു. എനിക്ക് CGFNSൻ്റെ പ്രോസസ്സ് 15 ദിവസം കൊണ്ട് തന്നെ കഴിഞ്ഞ് കിട്ടി. എനിക്ക് ക്യാപ്പിൻ്റെ അഡ്മിഷൻ കിട്ടി. ഞാൻ ജോലി നവംബറിൽ വിട്ടു. പക്ഷേ എനിക്ക് ക്യാപ്പിൻ്റെ അഡ്മിഷൻ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. റൂളുകളൊക്കെ ചേഞ്ച് ആയതിൻ്റെ വഴിയായി ക്യാപ്പിൻ്റെ അഡ്മിഷൻ എനിക്ക് ഏപ്രിലാണ് കിട്ടിയത്. ക്യാപ്പ് എനിക്ക് ന്യൂസിലാൻഡിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും മാതാവ് സമയ ചുരുക്കത്തിൽ അറേഞ്ച് ചെയ്ത് തന്നു. പോകാൻ കഴിഞ്ഞു. ക്യാപ്പിൻ്റെ രജിസ്ട്രേഷൻ കിട്ടി. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നുമൊക്കെ കുറച്ച് പുറകോട്ട് പോകാൻ തുടങ്ങി. എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ സ്വയം അഹങ്കരിക്കാൻ തുടങ്ങിയത് കൊണ്ടാവാം മാതാവ് എനിക്ക് അവിടെ വെച്ച് നല്ലൊരു പണി കാണിച്ചു തന്നു. അവിടെ ചെന്നപ്പോൾ റിസഷനായി, അവിടെ ആർക്കും ജോലി കിട്ടാതെയായി. ന്യൂസിലാൻഡിൽ വളരെ അധികം വേക്കൻസി ഉള്ള ഒരു സമയമായിരുന്നു ആ സമയത്ത്. എന്നിട്ടും ഗവൺമെൻറ്റിന് പൈസയില്ല എന്ന് പറഞ്ഞ് എല്ലാ വേക്കൻസികളും അവർ ഫ്രീസ് ചെയ്തു. എനിക്ക് ജോലി കിട്ടിയില്ല. എൻ്റെ കൂടെ 28 പേരുണ്ടായിരുന്നു. അതിനകത്ത് ഒരാൾക്ക് മാത്രമാണ് വളരെ ആക്സിഡൻ്റിൽ ഈ ജോലി കിട്ടിയത്. ബാക്കി എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഞാൻ നാട്ടിൽ തിരിച്ചു വരണോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുമ്പോൾ എൻ്റെ മദറിനോടെ ഒരു സിസ്റ്ററുണ്ട്. പക്ഷേ അവർ വേറെ ഐലൻഡിലാണ്. ഞാൻ പോയത് നോർത്ത് ഐലൻഡിൽ ഓക്ലൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവരുള്ളത് സൗത്ത് ഐലൻഡിലാണ്, ക്രൈസ്റ്റ് ചർച്ചിലാണ്. അപ്പോൾ എന്നോട് അവിടത്തേക്ക് പോകാൻ എൻ്റെ ഹസ്ബൻഡും വീട്ടുകാരും ഒക്കെ പറഞ്ഞു. ഞാനങ്ങനെ അവിടെ പോയി. അവിടെ നിൽക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും അപ്പോൾ എനിക്ക് സ്വയം മനസ്സിലായി എൻ്റെ കഴിവ് കൊണ്ടൊന്നും ആയിരുന്നില്ല ഞാനിവിടെ വന്നത്. പക്ഷേ ഞാൻ അഹങ്കരിച്ചത് കൊണ്ട് തന്നെ മാതാവ് എനിക്ക് കാണിച്ചു തന്നു, നിൻ്റെ കഴിവ് കൊണ്ട് ഒന്നുമല്ല നീ ഇവിടെ എത്തിയത് എന്ന്. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് പ്രാർത്ഥനയിലേക്ക് വന്നു. കൂടുതലായി വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി.
അപ്പോൾ മാതാവ് എനിക്ക് വീണ്ടും വഴികൾ തുറന്നു തന്നു. അവിടെ ഒരു ജോബ് ഫെയർ വരുവാണ്, വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ജോബ് ഫെയർ വരുന്നു എന്നും പറഞ്ഞൊരു ആഡ് കണ്ടു. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഇങ്ങനെ അയച്ചു തന്നു. ഞാനും ഇങ്ങനെ ഓൺലൈനിലൊക്കെ കണ്ടു. ജോബ് ഫെയർ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു കാര്യം മാത്രം അറിയാം, ഓസ്ട്രേലിയയിൽ നിന്നും പല സ്ഥലത്തു നിന്നുള്ള എംപ്ലോയേഴ്സ് വന്ന് ആൾക്കാരെ ചിലപ്പം സെലക്ട് ചെയ്യും, നമുക്ക് CV ഒക്കെ കൊടുക്കാം എന്നുള്ളൊരു ഓപ്ഷനാണെന്ന് മനസ്സിലായി. പക്ഷേ വീണ്ടും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വീണ്ടും ഓക്ലൻഡിലേക്ക് പോകണം. ഫിനാൻഷ്യലി വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയമാണ്, കാരണം ക്യാപ്പിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പൈസ ചിലവായി. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വീണ്ടും അവിടെ പോകണോ, അറ്റൻഡ് ചെയ്യണോ എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ കൂടുതലായി പ്രാർത്ഥിച്ചു മാതാവിനോട്, എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു മറുപടി നീ എനിക്ക് കാണിച്ചു തരണം, എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ കൂടുതലായി പ്രാർത്ഥിച്ചു. മാതാവിൽ ഞാൻ കൂടുതലായിട്ട് ആശ്രയിച്ചു. ദൈവത്തോട് ഞാൻ ഒരുപാട് യാചിച്ചു. അതിൻ്റെ ഫലമായി മാതാവ് എനിക്ക് പലരും വഴിയായി കാണിച്ചു തന്നു. ഇല്ല, നീ ഈ ജോബ് ഫെയർ അറ്റൻഡ് ചെയ്യാൻ പോകണം എന്ന് തന്നെ കാണിച്ചു തന്നു. ഞാൻ വളരെ ഇതേപോലെ ഷോർട്ട് ഡേയ്സാണ്, 5 days 6 days ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിനൊക്കെ കുറച്ച് പൈസയായി എങ്കിലും ജോബ് ഫെയർ അറ്റൻഡ് ചെയ്യാൻ പോയി. ജോബ് ഫെയർ ഇങ്ങനെ അറ്റൻഡ് ചെയ്തു. ഒരുപാട് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഞാനിങ്ങനെ CV ഒക്കെ കൊടുത്തു. ഇങ്ങനെ പലയിടത്തു നിന്ന് അവർ വേക്കൻസീസ് ഉണ്ട്, വിളിക്കാമെന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരിടത്ത് മാത്രം ഇങ്ങനെ അവരിങ്ങനെ അവരുടെ ഹോസ്പിറ്റലിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അനൗൺസ് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ അത് കേട്ടു. ഞാൻ ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ അത് കേട്ടു. ഞാനിങ്ങനെ കേട്ടിട്ട് അവരൊരു പേപ്പർ ഇങ്ങനെ തരുന്നുണ്ട്, 8 വർഷത്തിൽ കൂടുതൽ ക്രിട്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനകത്ത് പേരെഴുതാമെന്നും പറഞ്ഞ് ഞാനും ആ ലിസ്റ്റിൽ പേരെഴുതി. പക്ഷേ എനിക്ക് അപ്പോഴും അറിയത്തില്ല അന്ന് വൈകിട്ട് അവരൊരു ഇൻ്റർവ്യൂ നടത്തുന്നു. അത് അവർ ആദ്യമേ പറഞ്ഞായിരുന്നു, എന്നിട്ടാണ് പേപ്പർ കൊടുത്തത്. പക്ഷേ ഞാൻ ആ പേപ്പറിൽ പേരെഴുതി ഞാൻ അടുത്ത സെൻറ്ററിലേക്ക് അങ്ങ് നടന്നുപോയി. എന്നിട്ടും മാതാവ് എന്നെ കൈവിട്ടില്ല എന്നുള്ളതാണ്. മാതാവ് ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു കുട്ടി, അവൾ എൻ്റെ കൂടെ തന്നെ ക്യാപ്പ് പഠിച്ചാണ്. ഞങ്ങളെല്ലാ ഫ്രണ്ട്സും വന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ എന്നോട് ഇങ്ങോട്ട് വന്ന് പറയുവാണ്, ചേച്ചി ക്രിട്ടിക്കൽ കെയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഇന്ന് 4 മണിക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ചേച്ചി അറ്റൻഡ് ചെയ്യുന്നില്ലേന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എവിടെയാണ് ഇൻ്റർവ്യൂ, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഒരു ലിസ്റ്റിൽ പേരെഴുതാൻ പറഞ്ഞു, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവരോട് എന്നോട് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം വീണ്ടും ആ സെൻറ്ററിൽ അവിടെ തിരിച്ചു ചെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അതെ ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ട്, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈവനിങ് ഫ്ലൈറ്റാണ് അന്ന് തന്നെ എനിക്ക് തിരിച്ച് ഫ്ലൈറ്റ് പോകണം. സമയം നഷ്ടപ്പെടുത്താതെ എനിക്ക് മാതാവായിട്ട് അവരോട് സംസാരിച്ചതിൻ്റെ ഞാൻ ചെന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് ഇതേപോലെ ഈവനിങ് ഫ്ലൈറ്റ് ഉണ്ട്, എനിക്ക് പോകാൻ പറ്റണം. ഫ്ലൈറ്റ് എനിക്ക് 5 മണിക്കാണ്, 4 മണിക്കാണ് ഇൻ്റർവ്യൂ. അവിടുന്ന് എനിക്ക് 1 മണിക്കൂർ കൂടുതൽ എടുക്കും. എനിക്ക് എയർപോർട്ടിൽ ചെല്ലണം, ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ എനിക്ക് ഫ്ലൈറ്റ് മിസ്സാവും. അപ്പം ഒന്നാമത് പൈസയില്ല, രണ്ടാമത് വീണ്ടും ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ പൈസ പോവും. അത് പെട്ടെന്ന് എടുത്ത ടിക്കറ്റാണ്, ക്യാൻസൽ ചെയ്താൽ മുഴുവൻ പൈസയും പോവും. ഞാൻ മാതാവിനെ വിളിച്ചു, മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു വഴി കാണിച്ചു തരണം, ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ആകാതെ അത് നഷ്ടപ്പെടാതെ തന്നെ എനിക്ക് തിരിച്ചു പോകാനായിട്ട് നീ എന്തെങ്കിലും കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ഞാൻ അവരോട് ചുമ്മാതൊന്ന് പോയി ചോദിച്ചതാണ്, എനിക്ക് ഇൻ്റർവ്യൂ ഒന്ന് കുറച്ചുകൂടി നേരത്തെ ആക്കി തരാമോ? ആ ശരി, ഇപ്പം തന്നെ നീ ഇവിടെ ഇരിക്കും, നിന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന് പറഞ്ഞു. വെറുതെ ഞാൻ കയറി ചെന്നതാണ് ചോദിക്കാൻ വേണ്ടിയിട്ട്. എന്നെ അവിടെ ഇരുത്തി അവർ 4-5 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, നിനക്ക് നീ നന്നായി ഉത്തരം പറഞ്ഞു, ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിനക്ക് അടുത്ത ഒരു വലിയ ഇൻ്റർവ്യൂ ഉണ്ടാവും, നീ റെഡിയാണോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തു. എനിക്ക് പെട്ടെന്ന് തന്നെ 2-3 ദിവസത്തിനുള്ളിൽ സെപ്റ്റംബർ 6-ാം തീയതി ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ എനിക്കറിയാം ഓസ്ട്രേലിയൻ ആൾക്കാരുടെ സ്ലാങ് ഡിഫറെൻ്റാണ്. ഇന്ത്യയിൽ നിന്ന് പോയ OET വളരെ കഷ്ടപ്പെട്ട് പാസ്സായ എനിക്ക് അവിടെ ചെന്ന് ഇതൊന്നും നേടിയെടുക്കാനുള്ള കഴിവില്ല. ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചു, ഉപ്പും തേനുമൊക്കെ ഞാൻ നാവിൽ തേച്ചു, കാശുരൂപം മുറുകെ പിടിച്ചു, തൈലം നെറ്റിയിലും കുരിശ് വരച്ചു, നാവിൽ കുരിശ് വരച്ചു, എന്നിട്ട് ചെവിയിൽ ഞാൻ കുരിശ് വരച്ചു. എന്നിട്ട് ഞാൻ മാതാവിനെ ഒരു ചെയറും കൂടി ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെയറും കൂടി മാതാവിന് ഇട്ടിട്ട് മാതാവിൻ്റെ ഫോട്ടോ അവിടെ ഞാൻ എടുത്തു വെച്ചു. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാൻ ഈ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഇൻ്റർവ്യൂവിൽ ഇവർ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും വ്യക്തമായി ഒരു പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയത്തില്ല, എങ്ങനെ ആൻസർ പറയുമെന്നും എനിക്കറിയത്തില്ല. പക്ഷേ നീ എനിക്ക് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കണം, അവർ ചോദിക്കുന്നതെല്ലാം എനിക്ക് വളരെ വ്യക്തമാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ കാശുരൂപം പിടിച്ചിരുന്നു. വളരെയധികം ടെൻഷനുള്ള ഒരാളാണ് ഞാൻ ഒരാളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എത്ര കൂളായിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്ന് എനിക്ക് തന്നെ വളരെയധികം അത്ഭുതമായി പോയി.
ഞാൻ വളരെ ഈസിയായി ചിരിച്ച് വളരെ പ്ലസൻ്റായി അവരോട് എനിക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും അവർ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാനും ആൻസർ ചെയ്യാനും പറ്റി. അത് എൻ്റെ കഴിവുകൊണ്ടല്ല, ഒരിക്കലും മാതാവ് എനിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതാണ്. എൻ്റെ നാവിലെല്ലാ ആൻസറുകളും ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. വളരെ ഫ്ലുവൻ്റായിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. അവർ വളരെയധികം ഹാപ്പിയായി. ഞാൻ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു മാസമായിട്ട് ഇവർ കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് മെയിൽ അയക്കുന്നുണ്ട്. അറിയിക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ പ്രതീക്ഷകൾ നശിക്കാൻ തുടങ്ങി. പക്ഷേ ആ നേരത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കൂടുതലായിട്ട് വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. പല പല വചനങ്ങൾ എന്നെ സ്ട്രൈക്ക് ചെയ്തു. നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ഒരുക്കുന്ന, നമ്മുടെ കഴിവിനേക്കായും അപ്പുറമായി നമ്മളെ വഴി നടത്തുന്ന ദൈവമുണ്ട് എന്ന് എനിക്ക് ഓരോ ദിവസവും വചനങ്ങളിലൂടെ ദൈവം കാണിച്ചു തന്നു. പല പല ഇൻ്റർവ്യൂകൾ വേറെ എനിക്ക് കിട്ടാൻ തുടങ്ങി. വേറെ ആർക്കും ഇൻ്റർവ്യൂ കിട്ടുന്നില്ല. എൻ്റെ കൂട്ടുകാരെല്ലാവരും ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ 28 പേരുണ്ടായിരുന്നതിനകത്ത് കഷ്ടിച്ച് ഒരാൾക്കാണ് ജോലി കിട്ടിയത്. ബാക്കി എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു വന്നു. ആർക്കും ഇൻ്റർവ്യൂ കിട്ടുന്നില്ല. വളരെയധികം അത്ഭുതകരമായി എനിക്ക് 2-3 ഇൻ്റർവ്യൂ കിട്ടി. എല്ലാ ഇൻ്റർവ്യൂവിലും എനിക്ക് പാസ്സാവാൻ കഴിഞ്ഞു. അവരൊക്കെ എന്നെ ജോലിക്ക് വിളിക്കാൻ തുടങ്ങി. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഫാമിലിയായിട്ട് പോകണം. ഇവർക്ക് സ്കൂളിൽ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 5 വയസ്സാവാനാവുന്നുണ്ട്. അപ്പോൾ അവരെ സ്കൂളിൽ ചേർക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം. എനിക്ക് ഓസ്ട്രേലിയ എന്ന് പറയുന്ന സ്ഥലം അറിയത്തില്ല. അവിടെ എങ്ങനെയുണ്ട് ഫെസിലിറ്റി കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്ത് എൻ്റെ ഫാമിലിക്ക് പോകാൻ പറ്റുന്ന ഒരു അനുയോജ്യമായ സ്ഥലം നീ എനിക്ക് ഒരുക്കണമെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അതനുസരിച്ച് എനിക്ക് ഓസ്ട്രേലിയയിലെ നല്ലൊരു സ്ഥലത്ത് തന്നെ ഇന്നെനിക്ക് ജോലിയായി. ഞാൻ 27-ാം തീയതി പോകാൻ വേണ്ടി ടിക്കറ്റുമായിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നത്. ആദ്യമായി അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ആദ്യമായി അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂവിൽ ആണ് എനിക്ക് ജോലിക്ക് ഞാൻ ഇപ്പോൾ പോകാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അറ്റൻഡ് ചെയ്ത 2-3 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കായും നല്ല ഒരു സ്ഥലമാണ് ഇപ്പം ഞാൻ ഈ അത് മാതാവ് തന്നെ എനിക്ക് സെലക്ട് ചെയ്ത് കാണിച്ചു തന്ന സ്ഥലത്താണ് ഞാനിപ്പം പോകുന്നത്. മിലിസെൻ്റ്, സൗത്ത് ഓസ്ട്രേലിയ ആണ്. വളരെ കുഴപ്പമില്ലാത്ത ഒരു നല്ല സ്ഥലത്ത് തന്നെ മാതാവ് എന്നെ കൊണ്ടെത്തിക്കുവാണ്. 27-ാം തീയതിയാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടുന്ന് പോകാനിരിക്കുന്നത്. പിന്നെ വേറെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ മകന് സംസാരിക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അവർ ട്വിൻസാണ്, ഒരു മോനും ഒരു മോളുമാണ്. 1.5-2 വയസ്സായിട്ട് അവന് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെപ്പോഴും വളരെയധികം പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ അവന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം ഞങ്ങൾ ചെവിയുടെ ഡോക്ടറെ കാണിച്ചു. അപ്പം ചെവിക്ക് കുഴപ്പമൊന്നുമില്ല, അവന് ബുദ്ധിപരമായിട്ടുള്ള ഡിഫിക്കൽട്ടി തന്നെയാണ് എന്ന് പറഞ്ഞു. 3 വയസ്സായിട്ടും സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാം, അവൻ സംസാരിക്കുമായിരിക്കും, കുറച്ച് ഡിലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അവന് എന്നും ഹസ്ബൻഡിനോട്, ഞാനപ്പം ജോലിയിലാണ്, അപ്പോൾ ഹസ്ബൻഡ് കൂടെ അവർ നാട്ടിലാണ്. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറയും, അവൻ എന്നും തൈലവും തേനും കൊടുക്കാൻ പറയും. ഞാൻ മുട്ടിപ്പായി മാതാവിനോട് എന്നും പ്രാർത്ഥിക്കും, മാതാവേ അവൻ വളരെയധികം വ്യക്തമായി സംസാരിക്കുന്നത് കേൾക്കാൻ എനിക്ക് കഴിയണേ എന്ന്. അവൻ സംസാരിച്ചപ്പോൾ എൻ്റെ മകൾ സംസാരിക്കുന്നതിനേക്കാളും വ്യക്തമായി വളരെയധികം സെൻറ്റൻസോ, വളരെ കംപ്ലീറ്റ് സെൻറ്റൻസോ ആയിട്ടാണ് അവൻ സംസാരിച്ചു തുടങ്ങിയത്. അവൻ്റെ ഡെവലപ്മെൻ്റൽ ഡിലേ എന്ന് പറഞ്ഞ കാര്യം ഒന്നുമില്ല എന്ന് മാതാവ് എനിക്ക് തെളിയിച്ചു തന്നു. ഞാൻ എൻ്റെ കഴിവിൽ ആശ്രയിച്ചിടത്തൊന്നും ഞാൻ ഒരിക്കലും വിജയിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ എൻ്റെ കഴിവ് കൊണ്ടല്ല എങ്ങും എത്തിച്ചേർന്നത്, എന്നും എത്തിച്ചേരുന്നതും മാതാവിൻ്റെ ആശ്രയം, മാതാവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ മാതാവിനോടാണ് ആദ്യം ചോദിക്കുന്നത്, അമ്മേ ഞാൻ എന്ത് ചെയ്യണമെന്ന്. എനിക്ക് പല പല സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാലും, എവിടെയെങ്കിലും പോകണമെങ്കിലും എന്ത് കാര്യം എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ മാതാവിനോട് പറയും, അമ്മേ എനിക്ക് വേണ്ടിയിട്ട് ഒരു വഴി കാണിച്ചു തരണമെന്ന്. അപ്പോൾ തന്നെ മാതാവ് എനിക്ക് വേണ്ടിയിട്ട് ആരെയെങ്കിലും ഒരുക്കും. എവിടെ എന്ത് കാര്യത്തിനാണെങ്കിലും ഞാൻ വിഷമിക്കുന്ന കാര്യം മാതാവിനോട് പറയും, അമ്മേ എനിക്കിതിനൊരു വഴി കാണിച്ചു തരണമെന്ന് പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി എന്നെ വഴി നടത്തുന്നുണ്ട്. എൻ്റെ ഫാമിലി ലൈഫിലാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതലായി പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കുവാനും ഒക്കെ ഇടയായി. കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള അനാഥാലയങ്ങൾ സന്ദർശിക്കുവാനും അവിടെ ഫിനാൻഷ്യലായിട്ടും ഫുഡ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ, അവർക്ക് ആവശ്യമുള്ള റേഷൻ കാര്യങ്ങൾ, ഡ്രസ്സുകളൊക്കെ അവരെ കൊണ്ടു കൊടുക്കാനും, അവരെ ചെന്ന് കാണാനും, ഉടമ്പടി പത്രവും ഇവിടുന്ന് ഉടമ്പടി കാശുരൂപമൊക്കെ വാങ്ങിച്ച് അവിടെ സുഖമില്ലാത്ത രോഗികൾക്കൊക്കെ കൊണ്ടു കൊടുക്കാനൊക്കെ ആയിട്ട് എനിക്ക് സാധിച്ചു.
കൂടുതലായിട്ട് പണ്ടും ഞാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. എങ്കിലും ഉടമ്പടിയിൽ വന്നതിന് ശേഷം കൂടുതലായിട്ട് അത് മാതാവിൻ്റെ അനുഗ്രഹത്തോടെ കൂടുതലായിട്ട് അത് ചെയ്യാനുള്ള മനസ്സും കരുണയും ആ ഒരു അത് ചെയ്യാൻ നമുക്ക് മാതാവിൻ്റെ ഒരു അനുഗ്രഹം നന്നായി കിട്ടി എന്ന് എനിക്ക് പറയാൻ കഴിയും. പിന്നെ പണ്ടൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാതെ എനിക്ക് ഉറങ്ങാൻ തോന്നാറില്ല. എത്ര ഉറക്കം വന്നാലും പിന്നെ ഞാൻ കുത്തിയിരുന്ന് 1 മണിക്കൂറെങ്കിലും നന്നായി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടക്കാനായിട്ട് മാതാവ് എന്നെ സഹായിക്കുന്നുണ്ട്. 2 മണിക്കോ 3 മണിക്കോ ഒക്കെ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണരുമ്പോഴാണെങ്കിലും എണ്ണീറ്റ് വളരെയധികം നന്നായി പേഴ്സണൽ പ്രെയർ ചെയ്യാനായിട്ട് മാതാവിൻ്റെ അനുഗ്രഹം എനിക്കിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെയധികം മാതാവിനെ അനുഗ്രഹിച്ചു എന്ന് തന്നെ എനിക്ക് പറയാം. ഞാൻ പറയും, ഞാൻ പത്രം കൊടുക്കുമ്പോഴാണെങ്കിലും എല്ലാവരോടും ഞാൻ എൻ്റേതായ സാക്ഷ്യങ്ങളാണ് പറയുന്നത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ സത്യമാണോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, എൻ്റെ കാര്യത്തിലെല്ലാം സത്യമാണ്. അവിടെ ചെന്ന് നിങ്ങൾക്ക് കേൾക്കാവും, ഈ പത്രത്തിൽ കൊടുത്തിരിക്കുന്ന എല്ലാവരും അവനവൻ്റേതായ സാക്ഷ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒരു വട്ടം അവിടെ പോയി നോക്കണം, നിങ്ങളുടേതായ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ മാതാവ് ഒരുക്കും എന്ന് ഞാൻ എല്ലാവരോടും പറയാൻ എനിക്ക് ഇന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നുണ്ട്. പലർക്കും ഇവിടെ വരാനുള്ള വഴി എങ്ങനെയാണ് എന്നൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാനും, പുനലൂരിൽ നിന്നൊരു ബസ്സുണ്ട്, ഇന്ന ബസ്സിൽ കയറിയാൽ ഇവിടെ എത്തും. അപ്പം ചിലരൊക്കെ പറയും ഇവിടെ ഒത്തിരി പൈസ ചിലവല്ലേ എന്നൊക്കെ അറിയാത്തത് കൊണ്ട് അവർ ചോദിക്കുമ്പോൾ, അല്ല, ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുക്കാനും എന്താണ് ഉടമ്പടി എന്ന് പറഞ്ഞു കൊടുക്കാനും നമ്മളെ തന്നെ നന്നാക്കാനുള്ള ഒരു കാര്യമാണ് ഉടമ്പടി എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ എനിക്ക് ദൈവിക കൃപ കിട്ടി. എല്ലാത്തിനും മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.